Hello, good afternoon. Good afternoon. നമ്മൾ പുതിയ ബാച്ച് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 2 സബ്ജക്റ്റ് വീതം ഉണ്ടായിരിക്കും. BPCC 107 സോഷ്യൽ സൈക്കോളജി, പിന്നെ BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. രണ്ടും കുറച്ച് സമയമുണ്ട്, എന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒന്ന് ആപ്ലിക്കേഷൻ ആണ്. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിന്റെ അപ്ലൈഡ് ആപ്ലിക്കേഷൻസ് ആണ് ഫുള്ള് അതിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒരു തിയറി ബേസ് ആയിട്ട് സോഷ്യൽ സൈക്കോളജി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. ഇന്നിപ്പോ എടുക്കുന്നത് 107 സോഷ്യൽ സൈക്കോളജി ആണ്. നോക്കിയാലോ? Okay. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. നല്ല സബ്ജക്റ്റ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബിഹേവിയർ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. കാരണം ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എനിക്ക് സോഷ്യൽ ശരിക്കും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. പക്ഷെ സോഷ്യൽ സൈക്കോളജി കുഴപ്പമില്ല. കാരണം നമ്മുടെ ബിഹേവിയറും നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതാണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുടെ ഒരു സ്വഭാവം ആയിരിക്കില്ല പുറത്ത് 10 ആൾക്കാരുള്ളവർക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ഡിഫറെന്റ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വേറെ സ്വഭാവമായിരിക്കും. വർക്ക് പ്ലേസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേറൊരു രീതിയായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാം. ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. Social psychology is an important branch of psychology which studies human interaction, its manifestation, causes, consequences, and the various psychological process involved in it. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താ? സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ പഠിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ഇന്ററാക്ഷൻസ് ആണ് പഠിക്കുന്നത്. അതിന്റെ മാനിഫെസ്റ്റേഷൻസ്, കോസസ്, കോൺസിക്വൻസസ്, ഇതൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അത് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് ആണ്. ഇതിൽ ഒരുപാട് സൈക്കോളജിക്കൽ പ്രോസസ്സുകൾ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താ സോഷ്യൽ സൈക്കോളജിയാണ്. നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്ന തിയറിയും കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്? ഈ സോഷ്യൽ സൈക്കോളജിയിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സൈക്കോളജിക്കൽ പ്രോസസ്സ് ഇതിലും ഇൻവോൾവ് ആണ്. സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി is defined as the scientific study of how we feel about, think about and behave toward the people around us. കണ്ടോ, സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ്? ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഹൗ വി ഫീൽ അബൌട്ട്, തിങ്ക് അബൌട്ട് എങ്ങനെ ചിന്തിക്കുന്നു, ആൻഡ് ബിഹേവ് ടുവാർഡ് ദ പീപ്പിൾ അറൌണ്ട് us, നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആൻഡ് around us and how our feelings, thoughts and behaviors are influenced by those people. അവർ എങ്ങനെ നമ്മുടെ ഫീലിങ്സിനെയും തോട്ട്സിനെയും ബിഹേവിയേഴ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതൊക്കെ പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ്. കണ്ടോ, ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർ കൂടുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇനി നമ്മുടെ തോട്ട്സിനെയും ബിഹേവിയേഴ്സിനെയും ഇൻഫ്ലുവൻസിനൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായോ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന്? ഓക്കെയാണോ? സോഷ്യൽ സൈക്കോളജി ഓക്കെ ആണോ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബിഹേവിയർ പഠിക്കുന്ന അതേ സാധനം തന്നെ ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജി. ഓക്കെ അല്ലേ? ഇനി nature of social psychology. There are 3 major components that characterized the nature of social psychology. Social psychologyയുടെ നേച്ചർ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. 3 കോമ്പോണൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ്, അതായത് നമ്മൾ ഈ പഠിക്കുന്ന ഈ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചല്ലോ, അത് തന്നെയാണ് എന്ത് നേച്ചർ ആയിട്ടും പറയുന്നത്. അതിൽ ആദ്യത്തെ കണ്ടോ, അപ്ലൈസ് സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. നമ്മൾ ഡെഫിനേഷനിൽ കണ്ടുല്ലോ, ഇത് സയന്റിഫിക് സ്റ്റഡിയാണ്. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ആണ് ഇവിടെ സോഷ്യൽ സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി ഈസ് സയന്റിഫിക് ഇൻ നേച്ചർ.
ഇറ്റ് അപ്ലൈസ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് മെഷർമെന്റ്. ഇതിൽ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? സയന്റിഫിക് മെത്തേഡ്സ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, മെഷർമെന്റ് ഉണ്ട്. ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കാനായിട്ട് സയന്റിഫിക് ഒബ്സർവേഷൻ സയന്റിഫിക് മെത്തേഡ്സ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ, ഡിസ്ക്രിപ്ഷൻ, മെഷർമെന്റ് ഇതൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോഷ്യൽ സൈക്കോളജിക്കൽ സ്റ്റഡീസ് റെഫർ ടു ദ ഡാറ്റ ബീങ് കളക്ടഡ് ത്രൂ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെന്റ്. കേട്ടോ, എങ്ങനെയുള്ള ഡാറ്റയാണ് പഠിക്കുന്നത്? ഡയറക്റ്റ് ഒബ്സർവേഷനും എക്സ്പെരിമെന്റും. അതാണ് നമ്മുടെ സയന്റിഫിക്. സയന്റിഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചെടുത്തതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഡയറക്റ്റ് ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് ഇവിടെ സയൻസിൽ എടുക്കുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയിലും പഠിക്കുന്നത്. ദ സയന്റിഫിക് സോഷ്യൽ സൈക്കോളജി carries out 3 major activities. ഏതൊക്കെയാണ്? ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് പ്രെഡിക്ഷൻ ഓഫ് സോഷ്യൽ. 3 ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. 3 ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ, അത് നമ്മളൊരു ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എക്സ്പ്ലനേഷൻ ആൻഡ് പ്രെഡിക്ഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയർ, അതിനെ പ്രിഡിക്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 ആക്ടിവിറ്റീസ് ആണ് എന്ത് സയന്റിഫിക് സോഷ്യൽ സൈക്കോളജിയിൽ ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജി പ്രൊവൈഡ്സ് എ സയന്റിഫിക് അക്കൗണ്ട് ഓഫ് സോഷ്യൽ ബിഹേവിയർ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ റാദർ ദാൻ ഓൺ കോമൺ ബിലീഫ്സ്. കണ്ടോ, നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഇവിടെ എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സയന്റിഫിക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ കോമൺ ബിലീഫ് ഒന്നല്ല. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല സോഷ്യൽ സൈക്കോളജിയിൽ. അതല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വാസങ്ങളൊന്നും ഇതിൽ എടുക്കുന്നില്ല. ഡയറക്റ്റ് ഒബ്സർവേഷനും അതേപോലെ തന്നെ എക്സ്പെരിമെന്റ്സും ഇതൊക്കെ ചെയ്യുന്ന ഒരു സയന്റിഫിക് ഫീൽഡാണ് എന്ത്? സോഷ്യൽ സൈക്കോളജി. Social psychology also attempts to explain why people behave in a particular way in a particular social situation. എന്തും കൂടെ പഠിക്കുന്നുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാണ് എന്തുകൊണ്ടാണ് പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പർട്ടിക്കുലർ വേയിൽ ബിഹേവ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മാരേജ് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാലുള്ള ബിഹേവിയർ ആയിരിക്കില്ല ഒരു വർക്ക് പ്ലേസിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പൊ അതിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഇതും സോഷ്യൽ സൈക്കോളജി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോ സോഷ്യൽ സൈക്കോളജി ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നേച്ചർ പറഞ്ഞത്. സോഷ്യൽ സൈക്കോളജി അപ്ലൈ സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. ഓക്കെ ആണോ? അത് 1 മിനിറ്റ് കേട്ടോ. ഇനി അടുത്ത നേച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽ തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. ഓരോരുത്തരുടെയും തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. ദ വെരി ഇഷ്യൂ ഓഫ് ദ ഫീൽഡ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽസ് തോട്ട്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. ഇൻഡിവിജ്വൽസിന്റെ തോട്ട്, ഫീലിങ്സ്, ബിഹേവിയർ. സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് കോഗ്നിഷൻ that relates to social activities and that helps us understanding and predicting our social behavior. എന്തിനൊക്കെയാണ്? നമ്മുടെ കോഗ്നിഷനെ പറ്റി പഠിക്കുന്നുണ്ട്. കോഗ്നിഷൻ ആണ് എന്ത്? ഈ തോട്ട്സ്, ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളാണ്, അത് പഠിക്കുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് us understanding and predicting our social behavior. നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ മനസ്സിലാക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും. ഇപ്പൊ ബിഹേവിയർ പഠിച്ചു കഴിഞ്ഞാൽ വിചാരിക്കുകയാണ്, ഇപ്പൊ ഇയാളെ ഒരു ആക്സിഡന്റ് ഉള്ള സ്ഥലത്ത് കൊണ്ട്, ആങ്സൈറ്റി ഒക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇയാളെ ആക്സിഡന്റ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ എന്താവും? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിഹേവിയറിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ബിഹേവിയർ അത് മനസ്സിലാക്കാനും ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താണ് അത് എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ആൻഡ് സോഷ്യൽ സൈക്കോളജി ഓൾസോ സ്റ്റഡീസ് ദ ഫീലിംഗ്സ് വി എക്സ്പീരിയൻസസ് ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻ അവർ സോഷ്യൽ ലൈഫ്. എന്താണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് അതിന്റെ ഫീലിംഗ്സും കൂടെ പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ദിസ് ബിഹേവിയർ ഇൻ ദ ഫോം ഓഫ് കോപ്പറേഷൻ, ഹെൽപ്പ് ഇൻ ബിഹേവിയർ, കോൺഫ്ലിക്റ്റ്, അഗ്രഷൻ എക്സെട്ര. അപ്പൊ ഇതൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, ഫീലിംഗ്സ്, ബിഹേവിയർ ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? ഫോം ഓഫ് കോപ്പറേഷൻ, ഹെൽപ്പിംഗ് ബിഹേവിയർ. ഹെൽപ്പിംഗ് അല്ല കേട്ടോ, ഹെൽപ്പിംഗ് ആണ്. HELPING ട്ടോ, ഹെൽപ്പിംഗ് ബിഹേവിയർ.
അതായത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സ്വഭാവം എന്തുണ്ട്, കോൺഫ്ലിക്റ്റ്, അതേപോലെ തന്നെ അഗ്രഷൻ. ഇങ്ങനെയൊക്കെയാണ് എന്ത് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ചാപ്റ്ററിലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ പഠിക്കും. കോൺഫ്ലിക്റ്റ്, ഹെൽപ്പിംഗ് ബിഹേവിയർ, മൊറാലിറ്റി, അഗ്രഷൻ, പ്രജുഡിസ്, പെർസുവേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെയൊക്കെയാണ് എന്ത് നമ്മുടെ ബിഹേവിയറിനെ സോഷ്യൽ സൈക്കോളജി പഠിക്കും. ഇനി അടുത്തത്, അപ്പൊ അടുത്ത മൂന്നാമത്തെ കോമ്പോണന്റ്, 2 കോമ്പോണന്റ് ഓക്കെ ആണോ? ആദ്യം പറഞ്ഞു സയന്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത എന്താണ്, ഇൻഡിവിജ്വൽസിന്റെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ പഠിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇനി എന്താണ്, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസിന്റെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയർ എന്താണ് അത് പഠിക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ബിഹേവിയർ അതും കൂടെ നോക്കുന്നുണ്ട്. ദിസ് കോമ്പണന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി റെഫേഴ്സ് ദാറ്റ് അവർ ബിഹേവിയർ is influenced by the presence of other people and we also influence other people's behavior. കണ്ടോ, ഇതെങ്ങനെയാണ് പഠിക്കുന്നത്? മറ്റുള്ളവരെങ്ങനെ നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്, അവിടെ ഒരു കുറെ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഈ ബിഹേവിയറിൽ അല്ലെങ്കിൽ പേടിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 10 ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ മറ്റുള്ളവരുടെ പ്രസൻസ് ആ കുട്ടിയുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും നോക്കും. അപ്പൊ അവിടെയാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ബിഹേവിയർ പഠിക്കുന്നത്. ഈവൻ ദി ഇംപ്ലൈഡ് ഓർ ഇമാജിൻഡ് പ്രസൻസ് ഓഫ് അതേഴ്സ് can have important effects on individual. എന്താണ് കണ്ടോ, മറ്റുള്ളവരുടെ ഇംപ്ലൈഡ് ഓർ ഇമാജിൻഡ് പ്രസൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല, എന്നാലും ഇമാജിൻ ചെയ്യാണ്. അവിടെ ഉണ്ടാവില്ലേ, ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും, അവരെന്നെ നോക്കുന്നുണ്ടാവില്ല, ആരും നോക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇമാജിൻ ചെയ്യാണ്. ഇപ്പോ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് അതെങ്ങനെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതൊക്കെ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കും. ആൻഡ് കർട്ട് ലെവിൻ, എ ജർമൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഏർലി ഫിഗേഴ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി, ഹി റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി. കേട്ടോ, സോഷ്യൽ സൈക്കോളജിയുടെ ഫൗണ്ടർ ആരാണ്? കർട്ട് ലെവിൻ. മറക്കരുത് കേട്ടോ, കർട്ട് ലെവിൻ ആണ് ജർമ്മൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, ഫൗണ്ടർ ഓഫ് സോഷ്യൽ സൈക്കോളജി. ഈ പ്രൊപ്പോസ്ഡ് എ മോഡൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. വിച്ച് സേസ് ദാറ്റ് എ സോഷ്യൽ ബിഹേവിയർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഇന്ററാക്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയറിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത്? അത് is a function of interaction of the situation and the individual's characteristics. ഇപ്പൊ എന്റെ സോഷ്യൽ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എന്ത് വേണം? എന്റെ സിറ്റുവേഷൻ, ഞാൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു സാഹചര്യം പ്ലസ് എന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സോഷ്യൽ ബിഹേവിയർ മനസ്സിലാക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ സിറ്റുവേഷൻ എടുക്കുകയാണ്, പറഞ്ഞ പോലെ ഒരു മരിച്ച വീടാണെന്ന് വിചാരിക്കാം, പ്ലസ് എന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ എടുക്കും. എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിനോട് ഭയങ്കര പേടിയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഞാൻ ഭയങ്കര പേടിച്ച് ആകെ വിറച്ച് ഭയങ്കര സങ്കടത്തോടെ ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ രണ്ടും എടുക്കും. കണ്ടോ, ഫംഗ്ഷൻ ഓഫ് ദി ഇന്ററാക്ഷൻ ഓഫ് ദി സിറ്റുവേഷൻ, ഇന്ററാക്ഷനും ഉണ്ട് പ്ലസ് എന്തുണ്ട്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് കർട്ട് ലെവിൻ പറഞ്ഞത്. അക്കോർഡിംഗ് ടു എ ഫോർമുല ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ കർട്ട് ലെവിൻ, social behavior is a function of the interaction of the situations and the individual's characteristics. B equal to F of P E. B equal to F of PE. P എന്ന് പറയുന്നത് എന്താ? P എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി, E എന്ന് പറയുന്നത് എൻവയറമെന്റ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് എന്ത് ഈ പറയുന്ന ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്, E എന്ന് പറയുന്നത് എൻവയറമെന്റ്, അതായത് നമ്മൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ B കിട്ടും, അതായത് സോഷ്യൽ ബിഹേവിയർ. They suggest that the behavior is the product of an individual's and his or her environment. ഓക്കെയാണ്. അപ്പോ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നേച്ചർ ആയിട്ട് പറയുന്നത്. 3 മനസ്സിലായോ? ഓക്കെ ആണോ? പറഞ്ഞേ. സുലേഖ, മീനു, ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ.
ഓക്കെ ഓക്കെ. അങ്ങനെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. Scope of social psychology. Social psychology concentrates on the individual's behavior in the social context. പറഞ്ഞത് തന്നെയാണ് കേട്ടോ പറയുന്നത്, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ എന്താണ്, അതിലാണ് സോഷ്യൽ സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യൽ സൈക്കോളജി ഇസ് ദി ഇന്ററാക്ഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് വിത്ത് അതർ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ആസ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽസ് മറ്റ് ഇൻഡിവിജ്വൽസുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതാണ് സോഷ്യൽ സൈക്കോളജി. അത് കണ്ടുപിടിക്കലാണ് എന്ത്, സോഷ്യൽ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റർ. സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് ബീൻ എംഫസൈസിങ് അപ്പോൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് such as formation of attitude, attitude structure, attitude change, function of attitude, relationship between attitude and behavior. ഇതൊക്കെ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചാപ്റ്റർ ആണ് കേട്ടോ, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട് ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട്. ആ ഒരു ചാപ്റ്ററിലുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ. Formation of attitude, attitude structure, attitude change, function of attitude and the relationship between attitude and behavior. ഇത് നോക്കുന്നുണ്ട്. ഇനി one of the emerging areas of social psychology is social cognition. അടുത്ത emerging area എന്ന് പറയുന്നത് ഏതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് social cognition. നമുക്ക് ഉണ്ട് ചാപ്റ്റർ വരുന്നുണ്ട്. Which studies the ways people perceive, you ponder and remember information related to social stimuli. ഒരു സോഷ്യൽ സ്റ്റിമുലയോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഒരാൾ കളിയാക്കി കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യും. സോഷ്യൽ കൊഗ്നിഷൻ ആണ് അവിടെ പഠിക്കുന്നതാണ്, നമ്മുടെ ആ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സുകൾ എങ്ങനെ നടക്കുന്നു. ആൻഡ് വേരിയസ് ഫിനോമിന സ്റ്റഡി അണ്ടർ സോഷ്യൽ കോമ്പിനേഷൻ ആർ പേഴ്സൺ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ പ്രോസസ്, സ്കീമ, സ്റ്റീരിയോ ടൈപ്സ് എക്സെട്ര. ഇനി മറ്റ് സോഷ്യൽ കോമ്പിനേഷൻസ്, മറ്റ് പഠിക്കുന്ന സോഷ്യൽ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, പേഴ്സൺ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ പ്രോസസ്, സ്കീമ, സ്റ്റീരിയോ ടൈപ്സ് എക്സെട്ര. ഞാൻ പറയാണ്, നിങ്ങൾ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി പഠിക്കാനായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സബ്ജക്റ്റുകളാണ് എന്ത്, ഈ സ്കോപ്പായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററുകളാണ് ശരിക്കും സ്കോപ്പായിട്ട് പറയുക. എപ്പോഴും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബാക്കി അവിടുന്ന് അങ്ങോട്ട് ഓരോ ചാപ്റ്ററിൽ എന്താണ് ടോപ്പിക്കുകൾ ഉള്ളത് അതാണ് ശരിക്കും ഏത് സബ്ജക്റ്റിനും സ്കോപ്പായിട്ട് എഴുതാം. അതാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പൊ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊഗ്നിഷൻ, അതിന്റെ പ്രോസസ് നമ്മൾ പേഴ്സൺ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ പ്രോസസ്, സ്കീമ, സ്റ്റീരിയോ ടൈപ്സ് ഇതൊക്കെ പഠിക്കും. ഇനി അടുത്തത് social influence is a traditional core area of study in social psychology which refers to the way people affect thoughts, feelings and behaviors of others. കണ്ടോ, ഇനി സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രഡീഷണൽ കോർ ഏരിയ ആണ്. അതായത് സോഷ്യൽ സൈക്കോളജിയിലെ തോട്ട്സും ഫീലിങ്സും ബിഹേവിയർ ഒക്കെ പഠിക്കാം. അങ്ങനത്തെ അതിന്റെ ഒരു കോർ ഏരിയ ആണ് എന്ത്, സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ പീപ്പിൾ സംടൈംസ് ആക്ട് ഇൻ എ പ്രോ സോഷ്യൽ വേ. ഇനി എന്തും കൂടെ പഠിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ എന്താണ് ആൾക്കാർ പ്രോ സോഷ്യൽ വേ, അതായത് ചില സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നു, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ചില സമയത്ത് എന്താണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ദേഷ്യം വരുന്നു, പൊട്ടിത്തെറിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറുന്നു. ഇതൊക്കെ എങ്ങനെയാണ്, അതും കൂടെ സോഷ്യൽ സൈക്കോളജി നോക്കുന്നുണ്ട് കേട്ടോ. സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഓഫ് വൈ പീപ്പിൾ സംടൈംസ് ആക്ട് ഇൻ എ പ്രോ സോഷ്യൽ വേ. ചില സമയത്ത് എന്താണ് ഇങ്ങനെ പ്രോ സോഷ്യൽ വേയിൽ ബിഹേവ് ചെയ്യുന്നത് കേട്ടോ, ഹെൽപ്പിംഗ്, ലൈക്കിംഗ് ഓർ ലവിംഗ് അതേഴ്സ്. ബട്ട് അറ്റ് അതർ ടൈം സെറ്റ് ഇൻ ആൻ ആന്റി സോഷ്യൽ വേ. ചില ടൈമിൽ ആന്റി സോഷ്യൽ വേ ആണ്, അതായത് ഹോസ്റ്റാലിറ്റി, അഗ്രഷൻ, പ്രെജുഡിസ് അഗൈൻസ്റ്റ് അതേഴ്സ്. ഇതൊക്കെ എന്തുകൊണ്ടാണ്, അപ്പൊ ആ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് എങ്ങനെ വന്നു അത് നോക്കുന്നുണ്ട്. ആൻഡ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഹാവ് വാസ്റ്റ്ലി സ്റ്റഡീഡ് വേരിയസ് ഫിനോമിന റിലേറ്റഡ് ടു സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇനി സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഫീൽഡാണ് സോഷ്യൽ ഗ്രൂപ്പ്സും ഗ്രൂപ്പ് ഡൈനാമിക്സും. ഒരു 10 ആളിരിക്കുന്ന ഒരു ഗ്രൂപ്പിലോട്ട് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യും, മറ്റുള്ളവ 10 പേരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇതൊക്കെ പഠിക്കുന്നതാണ് എന്ത്, സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ്, ഇതൊക്കെ പഠിക്കും. ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊന്നല്ല കേട്ടോ, ഇതിലും കൂടുതൽ വരുന്നുണ്ട്. അതിൽ കുറച്ചാണ് ഇപ്പൊ സ്കോപ്പ് ആയിട്ട് പറഞ്ഞത്. ദാറ്റ്സ് എ സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് ഓൾമോസ്റ്റ് എവറിഥിങ് ദാറ്റ് വി ഡു എവറി ഡേ ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്താണ് പഠിക്കുന്നത്, നമ്മൾ ഡെയിലി ലൈഫിൽ, എവറി ഡേ ലൈഫിൽ നമ്മൾ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ ഫീലിങ്സും തോട്ട്സ് ഒക്കെ എന്താണ്, ഇതൊക്കെയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഓക്കെ ആണോ, സ്കോപ്പ് ഓക്കെ ആണോ പറഞ്ഞേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു,
സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയറിന് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിവിജ്വൽസ് മറ്റ് ഇൻഡിവിജ്വൽസുമായും സൊസൈറ്റിയുമായും എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അതാണ് അതിന്റെ സബ്ജക്ട് മാറ്റർ. ഇനി അതിൽ പഠിക്കുന്ന വേറെ ഇൻട്രസ്റ്റഡ് ഏരിയ ആണ് എന്ത്? ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ആറ്റിറ്റ്യൂഡ് സ്ട്രക്ചർ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ഫംഗ്ഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സോഷ്യൽ സൈക്കോളജിയുടെ എമർജിങ് ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ കോഗ്നിഷൻ ആണ്. വേരിയസ് സ്റ്റിമുലയോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് സോഷ്യൽ കോഗ്നിഷനിൽ പഠിക്കുന്നത്. പിന്നെ പേഴ്സൺ പെർസെപ്ഷൻ, അട്രിബ്യൂഷൻ പ്രോസസ്സ്, സ്കീമ, സ്റ്റീരിയോ ടൈപ്സ്, ഇതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ട്രഡീഷണൽ കോർ ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യൽ സൈക്കോളജി. ഇത് എന്താണ് റെഫർ ചെയ്യുന്നത്? ഹൗ പീപ്പിൾ അഫക്ട് ദ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് അതേഴ്സ്. ഇനി സോഷ്യൽ സൈക്കോളജിസ്റ്റ് മറ്റൊരു ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രോ സോഷ്യൽ വേയിൽ ബിഹേവ് ചെയ്യുന്നു ചില സമയങ്ങളിൽ ആന്റി സോഷ്യൽ വേയിൽ ബിഹേവ് ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണ്? അത് പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എന്തും കൂടെ ഉണ്ട്? സോഷ്യൽ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇതും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും എവിടെയാണ്? എവറിത്തിങ് ദാറ്റ് വി ഡു എവറി ഡേ ഇൻ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഇതാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഇന്ന് ഇത്രയും മതി. ഓക്കെ അല്ലേ? അപ്പൊ പരമാവധി ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് എല്ലാവരും നോക്കൂട്ടോ. അങ്ങനെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. കാരണം എക്സാം ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. ബാക്കി നമുക്ക് നാളെ ഇനി എടുക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ ഒരു 4-5 ടോപ്പിക് വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യ, ഇത്രയും മതി. ഓക്കെ. നാളെ ആ ഒരു ചാപ്റ്റർ, ആ ഒരു ടോപ്പിക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സബ്ജക്ട് തീരും. ഓക്കെ ആണല്ലോ? അപ്പൊ സബ്ജക്ട് തീരും, ചാപ്റ്റർ തീരും. ഓക്കെ. അപ്പൊ ഓക്കെ, നാളത്തെ സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.